ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ്. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? അത് 2025 മാർച്ച് മാസം 12-നാണ് അതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചത്. മഹാത്മാഗാന്ധി നാരായണ ഗുരുവിനെ സന്ദർശിച്ചതിൻ്റെ 100-ാം വാർഷികം 2025 മാർച്ച് 12-നാണ്. ഇനി കേരള മീഡിയ അക്കാഡമിയുടെ പ്രസിദ്ധീകരണമായ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം, അതായത് 1,00,000 രൂപയാണ് ഇത് നേടിയത്. മരിയം ഔഡ്രാഗോ, അത് ബർക്കിന ഫോസിലുള്ള ഒരു ആഫ്രിക്കൻ മാധ്യമ പ്രവർത്തകനാണ്. നെക്സ്റ്റ് ചോദ്യം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു സംഘം തോക്കുധാരികൾ മാർച്ച് 11-ന് തീവണ്ടി ആക്രമിച്ച് യാത്രക്കാരെ ബന്ദികളാക്കി. ഏത് സംഘടനയാണ് ആക്രമണം നടത്തിയത്? അത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നാണ് അതിൻ്റെ പേര്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് ആരാണ്? അത് കേരളമാണ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് കേരളമാണ്. കർണാടക, ഒഡീഷ എന്നിവ 2, 3 സ്ഥാനങ്ങൾ നേടി. അടുത്തത്, കിർഗിസ്ഥാനിൽ നടന്ന ഇന്ത്യ-കിർഗിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരാണ് ഖൻജൻ എന്നാണ്. കിർഗിസ്ഥാനിൽ നടന്ന ഇന്ത്യ-കിർഗിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് ഖൻജൻ എന്നാണ്. രാജ്യത്തെ എത്രാമത്തെ കടുവാ സങ്കേതമാണ് മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലെ മാധവ് നാഷണൽ പാർക്ക് പ്രഖ്യാപിക്കപ്പെട്ടത്? എത്രാമത്തെ കടുവാ സങ്കേതമാണ് മാധവ് നാഷണൽ പാർക്ക് ഇൻ മധ്യപ്രദേശ്? അത് 58ാമത്തതാണ്. 58. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവാ സങ്കേതങ്ങളുള്ള സംസ്ഥാനം കൂടിയാണ് മധ്യപ്രദേശ്. പെരിയാർ, പറമ്പിക്കുളം എന്നിവയാണ് കേരളത്തിൽ നിന്നുള്ള കടുവാ സങ്കേതങ്ങൾ. കേരളത്തിലെ കടുവാ സങ്കേതങ്ങളാണ് പെരിയാറും പറമ്പിക്കുളവുമാണ്. പെരിയാർ, പറമ്പിക്കുളം 2 കേരളത്തിലെ കടുവാ സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത്, കൃഷി, ദുരന്ത നിവാരണം, അടിസ്ഥാന സൗകര്യ വികസനം, അതിർത്തി നിരീക്ഷണം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് സ്വന്തം നിലയിൽ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങിയ സംസ്ഥാനം ഏത് എന്നുള്ളതാണ്? അത് ആസാമാണ്. ആസാം. ലോകത്തിൻ്റെ മലിനമായ 20 നഗരങ്ങളിൽ ഇന്ത്യയിൽ നിന്നുൾപ്പെട്ടവയുടെ എണ്ണം 13 ലോകത്തിലെ ഏറ്റവും മലിനമായ 20 നഗരങ്ങളിൽ ഇന്ത്യയിൽ നിന്നുൾപ്പെട്ടവ 13 ആണ്. അപ്പോൾ ഡൽഹിയാണ് ഏറ്റവും വലിയ മലിനമായ നഗരമായി പറയുന്നത്. പിന്നെ മേഘാലയയിലെ ബർണിഹട്ട് പട്ടണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട വായു നിലവാരം വരുന്നത്. ഏറ്റവും മലിനവായുവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണ്. 2023 ഇത് 3ാം സ്ഥാനത്തായിരുന്നു. നെക്സ്റ്റ്, ബഹിരാകാശത്ത് കൂട്ടിച്ചേർത്ത സ്പേഡെക്സ് ഉപഗ്രഹങ്ങളെ ISRO വേർപെടുത്തിയത് എന്നാണ്? അത് മാർച്ച് 13-നാണ് വേർപെടുത്തിയത്. 2024 ഡിസംബർ 30-ന് വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായി വിക്ഷേപിച്ചിട്ടുള്ള SDX-01 അപ്പോൾ SDX-02 ഉപഗ്രഹങ്ങളെ 2025 ജനുവരി 16-നാണ് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർത്തത്. അടുത്ത ചോദ്യം. മാർച്ച് 14-ന് അന്തരിച്ച KK കൊച്ച് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? KK കൊച്ച് 76 വയസ്സ്. മാർച്ച് 14-നാണ് അന്തരിക്കുന്നത്. KK കൊച്ച്, അത് ദളിത ചിന്തകനും എഴുത്തുകാരനുമാണ്. അംബേദ്കർ ജീവിതവും ദൗത്യവും, അത് എഡിറ്റർ. ബുദ്ധനിലേക്കുള്ള ദൂരം, ദേശീയതയ്ക്കൊരു ചരിത്രപാഠം, കലാപവും സംസ്കാരവും, ദളിതൻ എന്നുള്ളത് ആത്മകഥയാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ദളിതൻ. അന്താരാഷ്ട്ര പൈ ദിനം എന്നാണ്? അത് മാർച്ച് 14-നാണ് അന്താരാഷ്ട്ര പൈ ദിനം മാർച്ച് മാസം 14-ാം തീയതിയാണ്. മാർച്ച് 14-നാണ് പൈ ദിനം വരുന്നത്. അടുത്തത്, കാനഡയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി? കാനഡയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി? അത് 24ാമത്തതാണ്. 24ാമത്തത് ആണ്.
അടുത്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ എത്ര ദിവസത്തെ വാസത്തിന് ശേഷമാണ് നാസയുടെ സുനിത വില്യംസും ബൂച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്? 287 ദിവസമാണ്. 287 287 ദിവസത്തിന് ശേഷമാണ് അവർ ഭൂമിയിലെത്തിയത്. 287 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 287 വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബൂച്ച് വിൽമോർ, മറ്റേ വ്യക്തിയുടെ പേര് ബൂച്ച് വിൽമോറും സുനിത വില്യംസും 287 ദിവസത്തിന് ശേഷമാണ് ഭൂമിയിലെത്തിയത്. 287. നാസയുടെ ക്രൂ 9 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ പേടകത്തിലെ നിക്ക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നിവർക്കൊപ്പമാണ് ഇരുവരും തിരിച്ചെത്തിയത്. ഫ്ലോറിഡയ്ക്ക് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് പേടകം പതിച്ചത്. ഫ്ലോറിഡയുടെ സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. പേടകത്തിൽ നിന്ന് പുറത്തെത്തിയ 4 യാത്രികരെയും ഹൂസ്റ്റണിൽ എത്തിക്കുകയും ചെയ്തു. ഫ്രീഡം എന്ന് പേരിട്ട ഡ്രാഗൺ 17 മണിക്കൂർ യാത്ര ചെയ്ത് 17 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഭൂമിയിലെത്തുന്നത്. ഫ്രീഡം എന്നു പേരിട്ട ഡ്രാഗൺ 17 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഭൂമിയിലേക്ക് എത്തിയത്. 2024 ജൂൺ 6 സുനിതയും വിൽമോറും ഈ ISSലേക്ക് എത്തിയത്. 24 ജൂൺ 6 അവർ എത്തിയത്. 2024 ജൂൺ 6 അവർ ഈ സ്പേസിലേക്ക് എത്തിയത്. ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനറിൻ്റെ ഒരു പരീക്ഷണ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് യാത്ര ഉണ്ടായിരുന്നത്. 3 ദൗത്യങ്ങളിലായിട്ട് സുനിത 608 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. 675 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ പെഗ്ഗി വിറ്റ്സനാണ് ഇക്കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. പെഗ്ഗി വിറ്റ്സനാണ്. സുനിത ചെലവിട്ടത് ടോട്ടൽ 608 ദിവസമാണ്. 3 ദൗത്യങ്ങളിലായിട്ട് സുനിത 608 ദിവസം. പക്ഷേ 675 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ വ്യക്തിയാണ് പെഗ്ഗി വിറ്റ്സൺ. 675 ദിവസം നിന്ന വ്യക്തിയാണ് പെഗ്ഗി വിറ്റ്സൺ. അടുത്തിടെ അന്തരിച്ച ജസ്റ്റിസ് വി രാമസ്വാമി ഏതു നിലയിൽ അറിയപ്പെട്ട ന്യായാധിപനായിരുന്നു? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യത്തെ ജഡ്ജി എന്ന നിലയിലാണ്. അടുത്തിടെ അന്തരിച്ച ജസ്റ്റിസ് വി രാമസ്വാമി 96 വയസ്സാണ്. ഇദ്ദേഹം ഏത് നിലയിൽ അറിയപ്പെട്ട ന്യായാധിപനായിരുന്നു? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇംപീച്ച് നടപടി നേരിട്ട ആദ്യത്തെ ജഡ്ജി എന്നുള്ള നിലയിൽ ആയിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഇംപീച്ച് നേരിട്ട ആദ്യത്തെ ജഡ്ജി. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ പണം ദുർവിനിയോഗം ചെയ്തെന്ന ആരോപണത്തെ തുടർന്ന് 1993 ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ടു. അടുത്തത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ. 1 ക്ഷീരസഹകാരി അവാർഡ് 1,00,000 രൂപയാണ്. JS സജു, വെങ്ങന്നൂർ, തിരുവനന്തപുരം. മികച്ച ആപ്കോസ് ക്ഷീരസംഘത്തിനുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് 1,00,000 രൂപ. അത് പാലക്കാട് കുന്നങ്കാട്ടുപതി ക്ഷീരോത്പാദക സംഘം. മികച്ച പരമ്പരാഗത ക്ഷീര സംഘത്തിനുള്ള പുരസ്കാരം അതും 1,00,000 രൂപയാണ്. പാലക്കാട് കാറൽ മണ്ണ ക്ഷീര വ്യവസായ സംഘത്തിനാണ് ലഭിച്ചത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.